Welcome back to Bosco Campus Vision, YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Managerial Economics, which is a co-paper for Semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 30th lecture of the series. In this lecture, we are discussing about law of return to scale. Let us discuss. The law of returns to scale operates in the long period. It explains the production behavior of the firm with all variable factors. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോങ് പീരീഡിലാണ്. നമ്മൾ മുന്നേ പഠിച്ച ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഷോർട്ട് റണ്ണിലാണ് എങ്കിൽ പ്രൊഡക്ഷൻ്റെ വേറൊരു ലോ ആയിട്ടുള്ള ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോങ് പീരീഡിലാണ്. The law of return to scale describes the relationship between variable inputs and output when all the inputs or factors are increased in the same proportion or in the same ratio. വേരിയബിൾ ഇൻപുട്സും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സെയിം പ്രൊപ്പോർഷനിൽ ഈ ഫാക്ടേഴ്സൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അവസ്ഥകളാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Look at the types of law of return to scale. There are three types of return to scale. They are increasing return to scale, constant return to scale, and diminishing returns to scale. Law of return to scale മൂന്ന് തരത്തിലാണുള്ളത്: ഇൻക്രീസിങ് റിട്ടേൺ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺ. ഈ ഗ്രാഫിൽ കാണുന്നത് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിലിലെ ഗ്രാഫാണ്. ഇത് പി ക്യു റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലും, ക്യു ആർ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിലും, ആർ ടു എസ് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിലും ആണ്. ദെൻ ലുക്ക് അറ്റ് ദ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. If the output of a firm increases more than in proportion to an equal percentage increase in all inputs, the production is said to be exhibit increasing returns to scale. ഒരു ഫേമിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻപുട്ടുകളുടെയും ഇൻക്രീസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ഔട്ട്പുട്ടിന് കാരണമാകുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക്, ആ പ്രൊഡക്ഷനെ നമുക്ക് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെയാണ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. When all inputs are increased by a certain percentage, the output increases by the same percentage. The production function is said to be exhibit constant return to scale. നമ്മൾ എത്രത്തോളം ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നോ അത്രത്തോളം തന്നെയാണ് നമ്മുടെ ഔട്ട്പുട്ട് സെയിം പെർസെൻറ്റേജിലാണ് പോകുന്നത് എങ്കിൽ അതിനെ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. ദെൻ മൂന്നാമത്തെയാണ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ദ ടേം ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ റെഫേഴ്സ് ടു സ്കെയിൽ വെയർ ഔട്ട്പുട്ട് ഇൻക്രീസസ് ഇൻ എ സ്മോളർ പ്രൊപ്പോർഷൻ ദാൻ ദ ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ്. നമ്മൾ ഇൻപുട്ടിൻ്റെ ഇൻക്രീസ് മൂലം പക്ഷെ നമുക്കുണ്ടാകുന്ന ഔട്ട്പുട്ട് അത്രത്തോളം ഇൻക്രീസ് ഇല്ല എങ്കിൽ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. For example, if a firm increases inputs by 100%, ഒരു ഫേം ഇൻപുട്ട് 100% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആണ് എങ്കിൽ അതിന് നമുക്ക് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. അപ്പോൾ റിട്ടേൺ ടു സ്കെയിൽ മൂന്ന് തരത്തിലാണുള്ളത്: ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. ഒരു ഫേം കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ടാകുന്നത്. ഒരു ഫേം എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം തന്നെയാണ് ഈക്വൽ പ്രൊപ്പോർഷൻ തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എങ്കിൽ അതിനെ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയാം. ഒരു ഫേം കൊടുക്കുന്ന ഇൻപുട്ട് എത്രത്തോളം ഉണ്ടോ ആ ഇൻക്രീസിൻ്റെ എത്രത്തോളം
ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വരുന്നില്ല എങ്കിൽ, പ്രൊപ്പോർഷൻ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആണ് ഇൻക്രീസ് എങ്കിൽ അതിനെ ആണ് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള റിട്ടേൺ ടു സ്കെയിലും പ്രൊഡക്ഷനിലുണ്ട്. അപ്പം ലോങ് പീരീഡിലാണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ അപ്ലൈ ചെയ്യുന്നത്. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.